അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. ഈ മഹത്തായ സദസ്സിൽ ഉപവിഷ്ടരായ ഈ പരിപാടിയിൽ അനുഗ്രഹീത പ്രസംഗം നടത്തിയ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ, അതുപോലെ തന്നെ കർണാടക മുഷാവറ കേന്ദ്ര മുഷാവറയിലെ കർണാടകയിലുള്ള മെമ്പർമാരായ ബഹുമാനപ്പെട്ട അബ്ദുള്ള മുസ്ലിയാർ കൊടക്, അതുപോലെ തന്നെ അബ്ദുൽ ഖാദർ ഖാസിമി, അതുപോലെ തന്നെ ഉസ്മാൻ ഫൈലി തോടാർ, മറ്റ് SKSSFൻ്റെയും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനയുടെയൊക്കെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാരെ, ഉമറാക്കളെ, സുദീർഘമായ ഒരു ആശംസ പ്രസംഗം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർണാടക സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തപ്പെട്ട കുട്ടികളടക്കം എത്തപ്പെട്ട രക്ഷിതാക്കളും ഉസ്താദുമാരുടെ വേദിയാണ്. അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് താമസിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് തീയിൽ മുളച്ചതാണ്, വെയിലത്ത് വാടില്ല എന്ന് മാത്രമേ സന്ദർഭത്തെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പറഞ്ഞു, 100ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്, അതിൻ്റെ സ്ഥലം പരുതുകയാണെന്ന്. ഒരുപക്ഷെ ഇന്ത്യയിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി പറ്റുന്നൊരു സ്ഥലം ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ. എനിക്ക് ഓർത്തു പോകുന്നത് ബഹുമാനപ്പെട്ട SKSSFൻ്റെ 10ാം വാർഷികം മലപ്പുറം കുറ്റിപ്പുറത്ത് വെച്ച് നടന്നപ്പോൾ ഈ ഉള്ളവനായിരുന്നു സമാപന ദിവസത്തിൻ്റെ പ്രഭാത പ്രഭാഷണം എൻ്റെതായിരുന്നു. അവിടെ ആ ലോകം കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി, ഈ രാവിലെ സുബഹി പ്രഭാത സമയത്ത് തന്നെ ഇങ്ങനെയാണെങ്കിൽ വൈകുന്നേര സമയം എന്തായിരിക്കുമെന്ന് ആലോചിക്കുകയുണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ നമ്മൾക്കറിയാം, ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സഹിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഉലമാ, ബഹുമാനപ്പെട്ട ഉമറാ ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോയത്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് വ്യക്തമായി പറഞ്ഞത്, ഉലമാക്കളും ഉമറാക്കളും എൻ്റെ സമുദായത്തിലുള്ളവർ നന്നായാൽ എൻ്റെ സമുദായം തികച്ചും നന്നായി. ഷഫീഖുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേവലം ഉമറാക്കളെ കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ കേവലം ഉലമാക്കളെ കൊണ്ട് മാത്രമോ ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധനം സാധ്യമല്ല. രണ്ടും ഉണ്ടാവണം. രണ്ട് വിഭാഗവും ഒരുമിച്ച് കൂടി ഐക്യത്തോടെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമേ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മുടെ സംഘടനയെ എത്തിക്കാൻ വേണ്ടി നമ്മൾക്ക് പറ്റുകയുള്ളൂ. നമ്മൾക്കറിയാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കാലഘട്ടം ഏതാണ്? അള്ളാഹുവിൻ്റെ ദീൻ പോലും പരസ്യമായി പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഏതെങ്കിലും മസ്അലകൾ പറഞ്ഞു പോയാൽ, ഏതെങ്കിലും വിധികൾ പറഞ്ഞു പോയാൽ ഇവിടെയുള്ള സോഷ്യൽ മീഡിയകളിൽ അതിട്ടിങ്ങനെ ചർച്ച ചെയ്ത് പണ്ഡിതന്മാരെ അവഹേളിക്കുന്നൊരു കാലമാണ്. ഉദാഹരണമായി ഏതോ സ്റ്റേജ് പരിപാടിയിൽ ബഹുമാനപ്പെട്ട MT ഉസ്താദിൻ്റെ ഒരു സംസാരം എടുത്തു വെച്ചിട്ട് 6 ദിവസത്തോളം മീഡിയകളിൽ ഇങ്ങനെ ചർച്ച നടന്നപ്പോൾ കേരള സംസ്ഥാനത്തുള്ള ന്യൂനപക്ഷത്തിൻ്റെ പ്രഗത്ഭനായൊരു രാഷ്ട്രീയ നേതാവ് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം ഏതാണ് നിങ്ങൾക്കറിയുമോ? ഒരുപാട് വിദ്യാഭ്യാസ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന, പട്ടിക്കാട് ജാമിഅന്നൂരിയ അറബിക് കോളേജിൻ്റെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് പോലും നടത്തപ്പെടുന്ന, ഒരുപാട് പെൺകുട്ടികളെ എഞ്ചിനീയർമാരാക്കി മാറ്റുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനം. അദ്ദേഹത്തിനോട് പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ചോദ്യം ചോദിക്കേണ്ട സമയമല്ല, മറുപടി പറയേണ്ട സമയമല്ല. 6-7 ദിവസമായി നിങ്ങളിത് ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് എനിക്ക് പറയാനുള്ളത് നിർത്തിക്കൊള്ളണമെന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷത്തിൽ തന്നെ ഇവിടെയുള്ള സോഷ്യൽ മീഡിയകൾ തികച്ചും ബഹുമാനപ്പെട്ട MT ഉസ്താദിനെ വേട്ടയാടുന്നത് നിർത്തിയത് ലോകം കണ്ടതാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉമറാ നമ്മൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഉമറാക്കളും ഉലമാക്കളും നാം ഐക്യത്തോടുകൂടെ പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെതായ ശക്തി നമ്മൾക്ക് ലഭിക്കുകയും ആ ശക്തി നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട SKSSF നടത്തപ്പെടുന്ന ഈ പരിപാടി കേവലം നമ്മളെ വിദ്യാർത്ഥി സംഘടനയിലുള്ള പണ്ഡിതന്മാരെ കൊണ്ട് മാത്രമാവില്ല, അതിൻ്റെ കൂടെ ഉമറാക്കൾ ഉണ്ടാവണം. ഇവിടെ വിധി പറയുവാനും ഇസ്ലാമിൻ്റെ വിധികൾ പറയുവാൻ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ, ആ വിധി നടപ്പിൽ വരുത്താൻ ബഹുമാനപ്പെട്ട ഉമറാക്കൾ. അങ്ങനെയാണല്ലോ ഇവിടെ ബഹുമാനപ്പെട്ട ഖാദിമാർ ഇസ്ലാമിൻ്റെ വിധി പറയുമ്പോൾ ആ വിധികൾ മഅല്ലത്തുകൾ നടപ്പിൽ വരുത്തുന്നത് നമ്മൾക്കറിയാം. ഞാൻ നിലകൊള്ളുന്ന കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ഏകദേശം 100ഓളം അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം മഅല്ലുള്ള വലിയൊരു സംവിധാനമാണ്. കോടതികളിൽ പോലും തീരാത്ത പ്രശ്നങ്ങൾ
ബഹുമാനപ്പെട്ട കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്തിൽ വെച്ച് തീരപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട സംയുക്ത ജമാഅത്തിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ അത് ചർച്ച ചെയ്ത് അത് പിന്നെ തീർന്നിട്ടില്ലെങ്കിൽ അവസാന വിധി പറയുന്നത് അതിൻ്റെ കാദിയായിരിക്കും. ഇന്ന് അതിൻ്റെ കാദി ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം വട്ടികം ശക്തിയായി എല്ലാ ഭാഗങ്ങളിലും ബഹുമാനപ്പെട്ട സമസ്ത വളർന്നു വരുന്നുണ്ട്. ആ വളർന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട പ്രവാചകന്മാരുടെ അനന്തരമായി കിട്ടുന്ന സ്വഭാവ ഗുണങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ പോലുള്ള നേതാക്കന്മാരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാവണമെന്നും അങ്ങനെ വരാതിരുന്നാൽ ഈ സംഘടനയെ ആശയിക്കുവാൻ ഒരുപാട് ശത്രുക്കൾ രംഗത്ത് വരുമെന്നും ഉത്തരവാദപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സംഘടനയെ അതിൻ്റെ ശക്തിയായ രൂപത്തിൽ എന്താണോ ബഹുമാനപ്പെട്ട ഈ സംഘടന രൂപീകരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ സയ്യിദുൽ ഉലമ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചത് പച്ചവെള്ളം ഒഴിച്ചിട്ട് വിളക്കെത്തിക്കാൻ വേണ്ടി പറ്റുന്ന വലിയ വലിയ മഹാന്മാരാണ്. നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈസി സൂചിപ്പിച്ചതുപോലെ ഉസ്മാൻ ഫൈസിൻ്റെ പ്രസംഗത്തിൽ നട്ടുച്ച സമയത്ത് സൂര്യൻ ഉദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വാക്ക് തെറ്റിപ്പോയതാണ്. നട്ടുച്ച സമയത്ത് നക്ഷത്രം ഉദിച്ചുയർന്നു എന്നുള്ളത് ഇവിടെ എല്ലാവരും മുത്തവാത്തറായി സംസാരിക്കുന്ന വിഷയമാണ്. കോട്ടയസ്ഥാനൊക്കെ അഭിപ്രായം എപ്പോഴും പറയുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആ ബഹുമാനപ്പെട്ട മഹാന്മാരുണ്ടാക്കിയ ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ത്യാഗങ്ങൾ, ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്തിട്ടാണ് ഇവിടെ വളർത്തിക്കൊണ്ടുവന്ന് ഈ മേഖലയിലേക്ക് നമ്മളെ കരങ്ങളിലേക്ക് എത്തിച്ചത്. അത് നമ്മളെ കരങ്ങളിലാണ്. ആ രൂപത്തിൽ അത് സൂക്ഷിച്ചുകൊണ്ട് പൂർവികന്മാരായ മഹത്തുക്കളായ മഹാന്മാരുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് സ്വഭാവത്തിലും പ്രവർത്തനത്തിലും എല്ലാ മേഖലകളിലും സംസ്കാരത്തിലും ആ മാതൃക പിൻപറ്റിക്കൊണ്ട് ഈ സംഘടനയെ എവിടെയും ഏത് ശത്രുവിനും എതിർക്കാൻ പറ്റാത്ത രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദപ്പെട്ട നമ്മൾ തയ്യാറാവണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ഒരു ശക്തിയെയും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേരെ കൈ ചൂണ്ടാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച് ബഹുമാനപ്പെട്ട കർണാടക സംസ്ഥാനത്തിൻ്റെ SKSF-ന്റെ ഈ സർഗലയത്തിൽ വെച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.